നമസ്കാരം. നമ്മളുടെ സുകുമാരൻ്റെ മകൻ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹം കേരളം വിട്ടു. കേരളം ഉപേക്ഷിച്ചതല്ല, താമസം അദ്ദേഹം ഇവിടുന്ന് മാറ്റി. ഇനി അദ്ദേഹം താമസിക്കാൻ പോകുന്നത് മുംബൈയിലുള്ള പാരി ഹില്ലിലെ ബംഗ്ലാവിലാണ്. അവിടെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെങ്കിലും താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അത്രേ എനിക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മകള് അലങ്കൃത, ആ കുട്ടിയുടെ പഠനവും ജീവിതത്തിൽ ഒരു നല്ലൊരു കരിയർ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇവിടുന്ന് മാറിയിട്ടുള്ളത്. നമ്മളതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങളെങ്കിലും എൻ്റെ മനസ്സിൽ വന്നത് ഇപ്പം ഞാൻ പറയാം. പൃഥ്വിരാജ് അദ്ദേഹം കേരളം വിട്ടു. 10-30 കോടി രൂപയുടെ ഒരു വില്ല വാങ്ങിച്ചിട്ട് അദ്ദേഹം പാരി ഹില്ലിലേക്കാണ് മാറിയത്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർക്കും പ്രശസ്തരായിട്ടുള്ള ആളുകളാണ്. ഇദ്ദേഹവും പ്രശസ്തനാണ്. സൂര്യ എന്ന് പറഞ്ഞൊരു നടനുണ്ടല്ലോ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജ്യോതികയും അദ്ദേഹം മുംബൈയിലാണ് താമസിക്കുന്നത് കേട്ടത്. ദിലീപ്, നമ്മളുടെ ഇവിടുത്തെ ജനപ്രിയ നായകൻ ദിലീപ് ഇപ്പോൾ ചെന്നൈയിലാണ് താമസം. അവർക്ക് ഇവിടെ വീടുണ്ടെങ്കിലും ചെന്നൈയിൽ സ്ഥിരമാസം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പഠനത്തിന് വേണ്ടി മാത്രമാണോ പോകുന്നത്? പഠനത്തിനുള്ള സൗകര്യവും കേരളത്തിലുണ്ടല്ലോ. അത് കോളേജിനകത്ത് പലതരം മീഡിയ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മറ്റേത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ ആ കോളേജിൻ്റെ മതിലിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലുമുള്ള വിത്ത് വെതറി നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവരുടെ ഗ്രേഡ് ചെന്ന് നിൽക്കുന്നത് ഒരു DYFI, ഒരു RSS, ഇത്തരം കാര്യങ്ങളിലാണ് ചെന്ന് നിൽക്കുന്നത്. അതിനപ്പുറം ആരാ സുനിത വില്യംസ്, അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള പിള്ളേരിൽ ഭൂരിഭാഗം ആളുകളും എന്തിനെന്നറിയാതെ കൊടിയും പിടിച്ച് നടക്കുക. ഞെയ് ഞങ്ങളുടെ പാർട്ടി സിന്ദാബാദ്, സിന്ദാബാദ് 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 സിന്ദാബാദ്. ആർക്കാ സിന്ദാബാദ് വിളിക്കുന്നത്? ആർക്കറിയാം? ലോറിയിൽ കയറാൻ പറഞ്ഞു, കയറി. സിന്ദാബാദ് വിളിക്കാൻ പറഞ്ഞു, സിന്ദാബാദ് വിളിച്ചു. ജയ് സിന്ദാബാദ്. അത് തന്നെ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള ഉന്നമനം. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, പഠിപ്പിക്കുന്ന മലയാളത്തിലാണ്. കുട്ടികളോട് പറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷെ കുട്ടികൾ ജീവിക്കുന്ന എവിടെയാ? വീട്ടിലാണ്. ഇപ്പോഴത്തെ തലമുറ പോലും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തവരാണ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്താണ്? വാട്ട്സ് യുവർ നെയിം? യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എന്താ പേര്? പറയൂ. മൈ നെയിം ഈസ് കുഞ്ഞുണ്ണി. യു ആർ കമ്മിങ് ഫ്രം വേർ? ഐ ആം കമ്മിങ് ഫ്രം തൃശ്ശൂരിൽ നിന്ന്. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ്. ബട്ട്ലർ ഇംഗ്ലീഷ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ്. ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മുഖം സംരക്ഷിച്ചെടുക്കാൻ കഴിയുന്നില്ല. കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ MA ആണ്. എന്താ? ഇംഗ്ലീഷാണ് വിഷയം. ഇംഗ്ലീഷ് MA ആർട്സിൽ ഇംഗ്ലീഷാണ്. പക്ഷേ പറയുന്നത് ആരാ പറഞ്ഞോ? ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരു പേന നിലത്ത് വീണുപോയി, ഒരു പേന നിലത്ത് കിടക്കുന്നു. അപ്പോൾ വേറൊരാൾ ഈ MA-കാരനോട് ചോദിച്ചു, സിവേഴ്സ്, ഈ പേന നിങ്ങളുടേതാണോ ചോദിച്ചാൽ പറഞ്ഞു, നോ, ദാറ്റ് ഈസ് നോട്ട് ഐ ആം എന്ന്. ഇതാണ് സ്ഥിതി. കാരണം പ്രാക്ടിക്കലായിട്ടൊരു എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കടുപ്പൊട്ടെന്ന് പറഞ്ഞാൽ ആളുടെ കടു എന്നാ പറയാം. അയാൾ വന്ന് വേറെ ആൾ ചോദിക്കുകയാണ്, രവി എവിടേക്കാ പോയെന്ന്. ചോദിക്കുന്ന ബാലചന്ദ്രനോടാ. ചോദിക്കുന്ന ആള് കടു എന്ന് പറഞ്ഞ ആളാ. കടു ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, രവി എന്ന് പറഞ്ഞാൽ എവിടേക്ക് പോയെന്ന്. വേറെ ആർ യു ഗോയിങ് രവി? ഇയാളെ ചോദിക്കുന്നത്. എന്നാലോചിച്ച് നോക്കൂ. വേറെ ആർ യു ഗോയിങ് രവി എന്ന്. രവി എവിടെയാ പോയെന്ന് നിങ്ങൾക്കറിയാവുന്നു. ഇത് വ്യാപകമാണ് ഇവിടെ. മനസ്സിന് ആലോചിച്ചിട്ട് വേണം. അപ്പം ഞാൻ മലയാളം സംസാരിക്കുന്നുണ്ട്. ആ മലയാളം സംസാരിക്കുന്ന സമയത്ത്
അടുത്ത സെൻറ്റൻസ് എങ്ങനെ പറയണം, ഏത് പറയണം, അവിടെ വിനയച്ചം വേണോ പേരച്ചം വേണോ, നമ്മൾ ആലോചിക്കാറില്ലേ അത്? കാരണം നമ്മുടെ ഭാഷയാണത്. ആ ഒരു എക്സ്പീരിയൻസ് 70 വർഷമായിട്ട് ഞാൻ ഈ മലയാള ഭാഷയെ സംസാരിക്കുന്നത്, അതുകൊണ്ട് അതിനൊരു എക്സ്പീരിയൻസും ഉണ്ട് മലയാളത്തിൽ. നിങ്ങളും അതുപോലെ തന്നെ. സ്കൂളിൽ 1.5 മണിക്കൂർ, അല്ല സ്കൂളിൽ 3-4 മണിക്കൂറുണ്ട് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരനാവാൻ പോണില്ല. മാത്രമല്ല, വിശാലമായ ലോകം. നമ്മൾ കൂപമണ്ഡൂകങ്ങളായിട്ട്, കേരളത്തിലെ സ്ഥിതി അതാ, കൂപമണ്ഡൂകങ്ങൾ. അവർക്ക് വിശാലമായിട്ടുള്ള ലോകത്തെ അവർ കാണാൻ പറ്റില്ല, കാണിക്കില്ല. ഏതെങ്കിലും രീതിയിൽ ഇവിടെ ഒരു കരിയർ സൃഷ്ടിച്ചൊരു ആളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളെ വിളിക്കുക, അയാളെ പല രൂപത്തിലും ഭാവത്തിലും കുത്തി നോവിച്ച് അയാളെ താഴ്ത്തി വലിച്ചിടാൻ ശ്രമിക്കുകയാണ് ഇവിടെ. യേശുദാസിനെ ഇപ്പം എവിടെ ആലോചിച്ച് നോക്കണം. യേശുദാസ് നല്ലവരെ ചെയ്തവൻ, യേശുദാസ് ഇവിടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അയാൾ പോയി, അദ്ദേഹവും പോയി. നിരവധി ആളുകൾ. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഇവിടെ തന്നെ നിൽക്കുന്ന പല രാഷ്ട്രീയ നേതാക്കളുടെയും വേരുകൾ ഇപ്പോൾ ദുബായിലാണ്. അവിടെ ഫ്രീ ഹോൾഡിന് സ്ഥലമില്ലാത്തൊരു പ്രതിപക്ഷ ലീഡറും ഇല്ല, ഒരു ഭരണപക്ഷ ലീഡറും ഇവിടെ കേരളത്തിൽ ഇല്ല എന്നുള്ള വേറെ സത്യം. അതുകൊണ്ട് ആരും തന്നെ അടുത്ത സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിലേക്ക് ആരും വരുന്നില്ല. ഇവിടുത്തെ എല്ലാവരും അടുത്ത സ്റ്റേറ്റുകളിലേക്കാണ് പോകുന്നത്. ഞാനിവിടെ എന്നോട് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ വന്നത്. അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, കേരളം ഇഷ്ടമല്ല എന്നിട്ട്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ വന്നത്. കേരളം ഇഷ്ടമല്ല, അതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഒരു മൊത്തത്തിലുള്ള സർവ്വതോമുഖമായിട്ടുള്ള അഭിവൃദ്ധി, ഒരു കരിയർ ഡെവലപ്മെൻറ്റ്, അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് എല്ലാവരും പോകുന്നത്. പൃഥ്വിരാജ് പോയപ്പോൾ ഇനി അതിൻ്റെ പുറകിൽ എന്താ പൃഥ്വിരാജ് പോകാൻ കാരണം? പൃഥ്വിരാജിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എന്താ പൃഥ്വിരാജ് ഇവിടുന്ന് പോയത്? ഒന്നുമില്ല ഇവിടെ. അപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? ഇന്നതാണ്. അതിൻ്റെ പുറകിൽ ഇനി എത്ര ആൾക്കാർ പോകുന്നു അറിയില്ല. കേരളത്തിൽ ഏതെങ്കിലും രൂപത്തിൽ കേരള സംബന്ധിയായിട്ട് വികാസം ഉണ്ടാക്കേണ്ട ഒരു 2020 ഒരാളുണ്ട്. അയാൾ കേരളം വിട്ടുപോയി, ബിസിനസ് ആരംഭിച്ചിരുന്ന അവിടെ, കുറേ ആൾക്ക് തൊഴിലും കിട്ടിയിരുന്നതാണ്. ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ, ഒരു പാട്ടുകാരൻ, ഒരു നടൻ, ഒരു ചിന്തകൻ, അവർക്കൊന്നും ഇവിടെ വഴിയില്ല. ഇവിടെ വർണ്ണബാഹ്യന്മാരെന്ന് പറയും, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര, അതിൽ നിന്ന് വർണ്ണബാഹ്യന്മാരായിട്ടുള്ള കാട്ടാള വർഗങ്ങൾക്ക് മാത്രമാണ്. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് അവിടുന്ന് കുറച്ച് മുമ്പ് ഒരു അണ്ടിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് അണ്ടിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയാം. നമ്മളുടെ ലുലു, തൃശ്ശൂരിൽ ലുലു നിൽക്കുന്നത്, ലുലു അവിടെ കൺവെൻഷൻ സെൻറ്ററിൽ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരിക്കൽ യൂസഫലിയോട് പറഞ്ഞു ഞാൻ. ആ സ്ഥലത്തിൻ്റെ പേരെന്താ അറിയോ? പഞ്ചിക്കൽ എന്നല്ലേ? അല്ല, പഞ്ചിക്കൽ കടന്ന ആ തിരിവിൻ്റെ പേര് അണ്ടിയമ്പലം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ അവിടെ വൈകുന്നേരം പിള്ളേർ അവിടെ കൂടും, ഇതടിക്കാൻ, കഞ്ചാവ് അടിക്കാനും വെള്ളം അടിക്കാനും അവിടെ കൂടും. പാടാണ്, അവിടെ ആൾക്കാരൊന്നും വരില്ല. അവർ തമ്മിലുള്ള സംസാരം എന്താണെന്നറിയാമോ? മറ്റേ ചീരഞ്ചറയിലെ അവനുണ്ടല്ലോ, അല്ലെങ്കിൽ ചീയാർത്ത അവനുണ്ടല്ലോ, ഒരൊറ്റടിക്ക് ഒരു ബീഡി മുഴുവൻ വലിക്കടാ, മറ്റേ ബീഡിയെ. എന്നിട്ട് അവനൊരു കൂസലില്ല കേട്ടോ. ഞങ്ങൾ ഇന്നലെ ബാറിൽ പോയിട്ട് അവൻ 6 പെഗ്ഗാണ് ഒറ്റയടിക്ക് അടിച്ചത്, വെള്ളം ചേർക്കാണ്ട്. ഭയങ്കര കഴിവല്ലേ? ഇതൊക്കെയാണ് അവർ കഴിവായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പണ്ടൊരിക്കൽ ഒരു ഐഡിയ സ്റ്റാർ സിംഗർ വന്നു. എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു അമ്പലത്തിൽ അന്ന് അവിടെ നേവിയിൽ ജോലി ഉണ്ടായിരുന്ന ഒരാൾ, അയാളുടെ ഫസ്റ്റ് സെഷൻ അവസാനിപ്പിച്ച അയാൾ വന്നപ്പോൾ അയാൾ പറഞ്ഞു, നമുക്ക് ഇത്തവണ എൻ്റെ വക സ്പോൺസർഷിപ്പ് നമുക്ക് ജയവിജയന്മാരുടെ ഒരു കച്ചേരി വെക്കാമെന്ന്. ജയവിജയന്മാരുടെ ഒരു പാട്ട്. ആൾക്കാർ മുഴുവൻ പറഞ്ഞു, അതൊന്നും വേണ്ട, അത് വേണ്ട, ഐഡിയ സ്റ്റാർ സിംഗർ മതിയെന്ന്. ഇതാണ് ഇവരുടെ ലെവല്. ഒരു ശുദ്ധ കല, ശുദ്ധ സാഹിത്യം, ശുദ്ധമായിട്ടുള്ള ഒന്നും തന്നെ ഇപ്പം മലയാളിയുടെ തലയിൽ കയറില്ല. പഞ്ചവാദ്യം, അതിൻ്റെ സൃഷ്ടി, പ്രപഞ്ചത്തിൻ്റെ വിവിധങ്ങളായ ശബ്ദവിന്യാസങ്ങൾ, പ്രത്യേകിച്ചും ഇടിവെട്ടും മഴയും മിന്നലും, അതിൻ്റെ ഒരു പുനരാവിഷ്കാരമാണത്. പ്രത്യേകിച്ചും വെങ്കിച്ചസ്വാമി വന്നതിന് ശേഷം, തിരുവല്ലാമല വെങ്കിച്ചസ്വാമി വന്നതിന് ശേഷം അദ്ദേഹത്തിന് ശിഷ്യഗണങ്ങളായുള്ള അന്നമനയുടെ അച്യുതമാരാരൊക്കെയും ചേർന്ന് 3 മാസം തിരുവല്ലാമലയിൽ ഒത്തുകൂടിയിട്ടാണ് ഇന്നത്തെ പഞ്ചവാദ്യത്തിൻ്റെ രൂപം കൊടുക്കുന്നത്. പണ്ട് മദ്ദളയ്ക്ക് നിലത്ത് വെച്ചാൽ കൂട്ടിയിരുന്നത്. അതുപോലെ കഥകളി, ക്രമാനുഗതമായിട്ടുള്ള വികാസം. ആരുണ്ട് കാണാൻ?
ശുദ്ധ കലകളും ശുദ്ധ സാഹിത്യവും ശുദ്ധ സംഗീതവും ആർക്കും വേണ്ട. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ പാടണോ അതോ കുണ്ടന്നൂർ തങ്കപ്പൻ പാടണോ വെച്ചാൽ കുണ്ടന്നൂർ തങ്കപ്പൻ മതി. എന്താ കാരണം? അങ്ങനെ പാടാൻ തുടങ്ങി കഴിഞ്ഞാൽ നിന്ന് തുള്ളാം, മണലെടുത്ത് ഇങ്ങനെ വാരി വെതറാം, അങ്ങോട്ട് ചാടാം ഇങ്ങോട്ട് ചാടാം. അവർക്കതാണ് ഇഷ്ടം. അല്ലാതെ ഇവിടെ പറ്റില്ല, അത് അമ്പലമാണ്, ചെമ്പൈ വൈദ്യനാഥ ഭഗവതിയുടെ കച്ചേരി തന്നെയാണ് വെക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവിടെയുള്ള ആൾക്കാർ പറയും, നീ കമ്മിറ്റിക്കാരനായിട്ടിരുന്നുണ്ടല്ലേ, അടുത്ത പ്രാവശ്യം നീ കയറില്ല കേട്ടോ. അതാണ് സ്ഥിതി. അങ്ങനെ അപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കേരളം മുങ്ങിത്താഴുകയാണ്, ടൈറ്റാനിക് മുങ്ങിത്താഴുന്ന പോലെ. ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ വാളയാർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു രേഖയുണ്ട്. ഇപ്പുറത്ത് കേരളം, അപ്പുറത്ത് തമിഴ്നാട്. ഇപ്പുറത്തെ കേരളത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഉറങ്ങുകയാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ഉറങ്ങി വരികയാണ്, ഇങ്ങനെ വാളയാർ വരെ, തമിഴ്നാട്ടിൽ നിന്ന് വരിക, വാളയാർ വരെ ഉറങ്ങി വരുന്നു. വാളയാർ കടന്നു കഴിഞ്ഞാൽ റോഡിൻ്റെ സ്ഥിതി. വാളയാർ കിടന്ന മനസ്സിലായി. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ മനസ്സുകളും. വാളയാറിന് അപ്പുറം കയറി കഴിഞ്ഞാൽ, ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു 50 വയസ്സോ 60 വയസ്സോ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെയുള്ള കുട്ടികൾ അയ്യാ അയ്യാ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങ ഉക്കാരുങ്ക ഇടം കൊടുക്കും. ഇവിടെ ഇടം ഉണ്ടെങ്കിൽ ഒരു മുത്തശ്ശി അവിടെ കയറി വന്നാലും അവരിരുത്താൻ സമ്മതിക്കില്ല. തലയിട്ട് വീണാലും ഇവിടെ ഇരുത്തില്ല അവർ. അതാണ് ഇവിടുത്തെ സ്ഥിതി. യാതൊരു വിധത്തിലുള്ള കരിയർ, അന്തസ്, ആഭിജാത്യം, എത്തിക്സ്, വാല്യൂസ് ഇല്ലാത്ത ഒരു സംസ്ഥാനം അങ്ങനെ ആയിരുന്നില്ല പണ്ട്. കേരളം എന്ന പേര് കേട്ടാൽ തിളക്കണം ചോര, ഞരമ്പുകൾ എന്ന് പറഞ്ഞപ്പോൾ ചോരയല്ല തിളയ്ക്കുന്നത്, ചാണകമാണ് കിടന്നത്, ചാണകവെള്ളം കിടന്ന് തിളയ്ക്കുന്നത്. ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് വിട്ടു എന്നുള്ള വലിയൊരു സംഭവം അല്ലെങ്കിലും ചെറിയൊരു സംഭവമാണ്. പലരോട് ചോദിച്ചു, എന്താ സ്വാമി കേരളത്തിലേക്ക് വരാത്തത്? ഞാൻ പറഞ്ഞു തല്ലുകൊള്ളാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അതെന്താ തല്ല്? ഞാൻ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവില്ല. ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്നാൽ എന്ത് ചെയ്യണം? പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു സന്യാസി വര്യൻ, നല്ല ശക്തിയുള്ള ഒരാളാണ്. അദ്ദേഹം വന്നപ്പോൾ ആ സന്യാസിയെ രാജാവ് എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി അവഹേളിച്ചു. രാജാവിനോട് അയാൾ പറഞ്ഞു, നീ ഇനി തീർത്ഥം നിന്ന് ജീവിക്കും, തലകുത്തി നടക്കും എന്ന് പറഞ്ഞു. എന്തിനു പറയണു? അയാൾ ഭ്രാന്തനായി മാറി, തലകുത്തി നടക്കാൻ തുടങ്ങി, സ്വന്തം വിസർജ്യം തിന്നാൻ തുടങ്ങി. അങ്ങനെ വന്ന സമയത്ത് ആ നാട്ടുകാർ മുഴുവൻ അതുപോലെ നടക്കേണ്ട ഗതികേടിൽ വന്നു. അല്ലെങ്കിൽ രാജാവ് അവരെ കൊല്ലും. രാജാവ് തലകുത്തി നിൽക്കുമ്പോൾ തല നിവർത്തി നിൽക്കുന്ന ആൾക്കാർ തലകുത്തി നിൽക്കുകയാണെന്ന് രാജാവ് കരുതുക. ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി കിടക്കാൻ അമ്പലത്തിൽ ആന എഴുന്നള്ളിപ്പ് അകൃതമാണ്, സമ്മതിക്കില്ല. താൻ ആരോടോ പറയാൻ? അമ്പലത്തിൽ കൊടിമരം സ്വർണം പൂശുന്നത് അത് പറഞ്ഞ സ്വാമിയാർ അടികൊണ്ടു എന്നുള്ളതാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഷിബുസ്വാമി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ അളവ് എന്താ? അതുകൊണ്ടല്ലോ 3 വീഡിയോ ഒരുമിച്ചിരുന്ന് വലിച്ച് എന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ നോക്കിയേ. 8 പെഗ്ഗടിച്ചത് വെള്ളം ചേർക്കാണ്ട് എന്ന് വല്ല കുഴപ്പമുണ്ടോ നോക്കിയാൽ. ഇതൊക്കെയാണ് അവിടുത്തെ ഗംഭീരത്വങ്ങൾ. ആയതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് കേരളത്തിൽ വിട്ടത് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടെന്ന്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളുടെ കേരളം ഒരു അലവലാദികളുടെ കേന്ദ്രമായിട്ട് മാറും താമസിയാതെ. മക്കളൊക്കെ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, പണ്ട് ആരോ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ 4 മക്കളുണ്ട്. അപ്പോൾ ചോദിച്ചു, മൂത്ത മോൻ എന്ത് ചെയ്യണേ? അവനങ്ങ് എന്തോ പഠിച്ച് IAS എന്തോ പഠിച്ച് അവനങ്ങോട്ട് ഡോക്ടറായി എങ്ങനെയൊക്കെയോ ജീവിച്ചു പോണു. രണ്ടാമത്തെ ആളോ, അവൻ എൻജിനീയറാ, അവനും എവിടേക്കോ പോയിട്ട് ജോലിക്ക് ചെയ്ത് അവനങ്ങോട്ട് ജീവിച്ചു പോണു. മൂന്നാമത്തവനോ, അവൻ ഡോക്ടറാണ്, അവനും അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്, അവൻ്റെ ഭാര്യയും ഡോക്ടറാണ്. നാലാമത്തവനോ, അവൻ DYFI, അവൻ യൂത്ത് കോൺഗ്രസ്സാ. വെറുതെ വീട്ടിലിരുന്നാലും മതി, ഇങ്ങോട്ട് വരും സ്വത്ത്, കയറിയ കതറ വിട്ട് നടന്നാൽ മതി. അവൻ്റെ കാര്യം പറഞ്ഞുകൂടിയാണ് വിജൃംഭണമാണ് വീട്ടിലുള്ളവർക്ക്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അവർക്ക് IAS കാരനെ മകൻ എങ്ങനെയോ ജീവിക്കുന്നു,
ഡോക്ടർ എങ്ങനെയോ ജീവിക്കുന്നു, എഞ്ചിനീയർ എങ്ങനെയോ ജീവിക്കുന്നു. അവർ നേടിവെച്ചത് എന്താണെന്ന് അതിനൊരു റൈറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ കഴിയുന്ന അത്തരം ആളുകൾക്ക് ആദരവ് കൊടുക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് അവർ പോകുകയാണ്. അതാണ് ഇവിടെ പൃഥ്വിരാജും ചെയ്തത്. ഒരു പരിധിക്ക് വിട്ട് പൃഥ്വിരാജ് സിനിമ പിടിക്കുന്നു, അതിനെക്കുറിച്ച് അതിൻ്റെ മെക്കെട്ട് കയറാനും ആൾക്കാർ. അതുകൊണ്ട് എന്താ, എല്ലാവരും ഇപ്പോൾ പൃഥ്വിരാജ് സത്യം പറഞ്ഞ് എനിക്ക് തോന്നുന്നത് അതൊരു തുടക്കമായിരിക്കും. ഇനി പിന്നാലെ അണ പൊട്ടി ഒഴുകുന്ന പോലെ പിന്നാലെ ഒരുപാട് ആൾക്കാർ നാട്ടിലെ വീടും കൂടും എല്ലാം വിറ്റ്, ഭാര്യയുടെ സ്വർണ്ണമാലും എല്ലാം വിറ്റ് എങ്ങനെയും ബോംബെയിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി കൂട് വാങ്ങിച്ച് ഇവിടുത്തെ കൂട് വിടും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദിലീപ് പോയി, യേശുദാസ് പണ്ടേ പോയി, ഇപ്പോൾ പൃഥ്വിരാജ് പോകുന്നു. ഇങ്ങനെ പതുക്കെ പതുക്കെ. പക്ഷേ എപ്പോഴാണ് കേരളത്തിൻ്റെ അണ പൊട്ടുക എന്നറിയില്ല. എല്ലാം കൂടി വിവിധ സ്ഥലങ്ങളിലേക്ക് ഒഴുകുക എന്നറിയില്ല. പണ്ട് 10-50 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ബ്രാഹ്മിൻസ്, പട്ടന്മാരെന്ന് പറയും, തമിഴ് ബ്രാഹ്മിൻസ്, അവരേക്കും വഴി പണ്ടൊക്കെയും അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അവരുടെ ജീവിതചര്യയുടെ അന്തസ്സ് കണ്ട് എല്ലാവരും സ്വാമിയെ വിളിക്കുക, സ്വാമി എന്നാ വിളിക്കുക, പട്ടന്മാരെ സ്വാമി എന്നാ വിളിക്കുക. പിന്നെ 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 ഈ രണ്ടാമത്തെ കൂട്ടം ഇപ്പോഴത്തെ ആൾക്കാരുടെ വളർവുണ്ടായത് ഒരു 50 വർഷത്തിന് ശേഷം പട്ടന്മാരെ കാണുമ്പോഴൊന്ന് അക്കിപ്പറ്റര് സാമ്പാർ കുടിയൻ എന്നൊക്കെ പറയാൻ തുടങ്ങി. അവരെല്ലാവരും അവരുടെ ഭൂമി കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് എല്ലാവരും കോയമ്പത്തൂർ, മദ്രാസ്, സേലം, മധുര, ബോംബെയിലേക്ക് പോയി. ബോംബെയിലുള്ള കഴിഞ്ഞ തലമുറ ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ ദാദറിലേക്കും പോയേ കാണാം, അവിടെ പോയേ കാണാം. അവിടെ അവരാണ് അയ്യപ്പൻ്റെ അമ്പലവും മറ്റേ ഗുരുവായൂരപ്പൻ്റെ അമ്പലമൊക്കെയും പണിതത് അവരാണ്. ഷൺമുഖ അവിടേക്കും പണിതത് അവരാണ്. അപ്പം അതിൻ്റെ പുതിയ തലമുറ പല ആൾക്കാരും മലയാളം പറയും. ഞാനവിടെ പോയിട്ട് ഗീത നടത്താൻ പോകുമ്പോൾ പലരെയും കണ്ടിട്ടുണ്ട്. കുട്ടികളെ കാണുന്ന സമയത്തൊക്കെയും ഗജഗംഭീരന്മാർ. ഒരു രീതിയിൽ അവർ മലയാളികളെ തിരിച്ചറിയില്ല. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ചോദിക്കും, വാട്ട് ഈസ് യുവർ നെയിം? സ്വാമി എൻ്റെ പേര് അനന്തരാമൻ. സന്തോഷമായി. അവൻ വല്ലൊരു ഇംഗ്ലീഷ് വല്ലതും എൻ്റെ തലയിൽ വന്ന് അടിക്കുമെന്ന് കയറിയിരിക്കുമ്പോൾ അവൻ തൃക്കൂരുകാരനാ, അവൻ ഒല്ലൂരുകാരനാ, അവൻ ആമ്പല്ലൂരുകാരനാ, അവൻ പാലക്കാട്ടുകാരനാ, എല്ലാത്തിനും ഇവിടുന്ന് ഓടിച്ചു. എന്നിട്ട് ആ ഇടം ഒക്യുപ്പൈ ചെയ്ത് ആരാണ്? എന്തൊക്കെ എന്തൊക്കെ 5 രൂപ നിനക്ക് നിൻ്റെ എത്രയുണ്ടേ കഞ്ചാവിൻ്റെ പുതിയ വാങ്ങിക്കാനേ. ആ ഒരു രീതിയിൽ അവരമായി കേരളം. ആ കേരളത്തെ ഉയർത്തിയെടുക്കാൻ നമുക്ക് കഴിയില്ല. ഇതിനകത്ത് കമൻറ്റ് വരുന്നുണ്ട്, സ്വാമി ആധ്യാത്മിക കാര്യങ്ങൾ പറയൂ, ഹിന്ദുവിനെ ഉണർത്തൂ. ഞാൻ ആധ്യാത്മിക കാര്യം പറഞ്ഞ് ഹിന്ദുവിനെ ഉണർത്താൻ വരാം. 2 കാര്യങ്ങൾ വേണം. ഒന്ന്, എനിക്ക് തലയ്ക്ക് വട്ട് പിടിക്കണം. 2, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് ഞാൻ മറക്കണം. എന്നിട്ടാണ് ഈ ജന്തുക്കളെ ഉണർത്താൻ വരിക. അതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കുറേ കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാരെ ഞാൻ വേദാന്തം പഠിപ്പിക്കാൻ പോവുക. അവരത് പഠിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കേരളത്തിലെ ജന്തുക്കളുടെ ഇടയ്ക്ക് ഞാനില്ല, നടക്കില്ല. അടികിട്ട് തൂറും ഞാൻ. നമസ്കാരം.